കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ അസിസ്റ്റന്റ് കോച്ചായിട്ട് ജോൺ വെസ്റ്റോമിനെ അനൗൺസ് ചെയ്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മെയിൻ ടീം കോച്ചായിട്ടുള്ള സ്റ്റാർ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ജോൺ വെസ്റ്റോമിനോടൊപ്പം വീണ്ടും വർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ. വളരെ കാലത്തെ ഫുട്ബോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ കോച്ചാണ് അദ്ദേഹം. കുറെ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്യും. മാത്രമല്ല നിലവിൽ ഉള്ള കോച്ചിങ് സ്റ്റാഫിനെ മുഴുവനും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ ഒരു പരിശീലകന്റെ സേവനം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് കഴിയും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സാധാരണ അസിസ്റ്റന്റ് കോച്ച് അല്ലെങ്കിൽ കോച്ചിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ക്വാളിറ്റീസും ആള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ ക്വാളിറ്റി ബോക്സസും ആള് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ആളിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നായിട്ട് എടുത്ത് പറയേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരിശീലകനല്ല. ഒരു ഫുട്ബോൾ ക്ലബിന്റെ ബാക്ക് റൂമിൽ ഒരു മെയിൻ റോളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതായത് നിർണായകമായിട്ടുള്ള പൊസിഷനുകളെല്ലാം ഒരു ഫുട്ബോൾ ക്ലബിന് കീഴിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്കൗട്ടിംഗ് ഡയറക്ടറാണ്, വളരെ മികച്ച ഒരു സ്കൗട്ടിംഗ് ഡയറക്ടറാണ്. അതുകൂടാതെ ഒരു മികച്ച അസിസ്റ്റന്റ് മാനേജറാണ്, ഒരു ക്ലബിന്റെ മികച്ച CEO ആയിട്ട് പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്, ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്, ചീഫ് സ്കൗട്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വെറും ഒരു അസിസ്റ്റന്റ് കോച്ച് എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു മികച്ച സ്കൗട്ടിംഗ് ഡയറക്ടറാണ്, ഒരു അസിസ്റ്റന്റ് മാനേജറാണ്, ഒരു CEO ആണ്, ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആണ്, ഒരു ചീഫ് സ്കൗട്ടാണ്. അതുകൂടാതെ അദ്ദേഹം സ്വീഡിഷ് ക്ലബ്ബായ AIK വേണ്ടിയിട്ട് 20 വർഷത്തോളം ഒരൊറ്റ ക്ലബ്ബിൽ ചെലവഴിച്ചു. ഒരു ക്ലബിനോടൊപ്പം 20 വർഷം എന്ന് പറയുന്ന ഒരു ലോങ് സ്റ്റിൻറ്റ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല. അപ്പം 20 വർഷമൊക്കെ ഒരു ക്ലബിനോടൊപ്പം ചിലവഴിക്കണമെങ്കിൽ ആ ക്ലബിൽ അയാൾ എത്രമാത്രം റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ 20 വർഷ കാലയളവിനുള്ളിൽ ഒരു ക്ലബിൽ അദ്ദേഹം നിരവധി പൊസിഷനുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വെറും ഒരു അസിസ്റ്റന്റ് കോച്ച് അല്ല വരുന്നത്, നിരവധി പൊസിഷനുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ പുതിയ പരിശീലകൻ. പിന്നെ ഇയാളുടെ വേറെ ഒരു ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ അദ്ദേഹം നിരവധി ക്ലബ്ബുകളിൽ വർക്ക് ചെയ്തത് കൊണ്ട്, ഒരു ക്ലബിൽ തന്നെ 20 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും, സ്വീഡനിൽ നിന്നും ഫ്രീ ഏജന്റായി വരുന്ന താരങ്ങളെ ഈസി ആയിട്ട് പൊക്കാൻ ആളെ കൊണ്ട് സാധിക്കും. മികച്ച താരങ്ങളെ കണ്ടെത്തി എടുക്കുന്നതിൽ അയാൾ മികച്ചവൻ തന്നെയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണെങ്കിലും ഈ പ്രതിഭയുള്ള സാധനങ്ങളെ, കുപ്പയിലെ മാണിക്യങ്ങളെ കണ്ടെത്തി പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു ക്വാളിറ്റി നമ്മുടെ ജോൺ വെസ്റ്റോമിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങേര് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നാൽ, നല്ല പ്ലേയേഴ്സ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ അദ്ദേഹം ഒരു ഡാനിഷ് ക്ലബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നേരത്തെ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഡാനിഷ് ടോപ്പ് ടയർ ക്ലബിലാണ് ആള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഓസ്ഡിയോ ബ്ലോൺകെ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടോപ്പ് ടയർ ലീഗ് ക്ലബിൽ നിന്നാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്കൗട്ടിങ് എബിലിറ്റി കൂടി ഉള്ളത് കൊണ്ട് മികച്ച താരങ്ങളെ അവിടെ നിന്നൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാളുടെ റോള് കേവലം ഒരു അസിസ്റ്റന്റ് കോച്ച് എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വ്യാപരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം സ്റ്റഹറ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡിഫറെന്റ് പൊസിഷൻസ് ഒരു ക്ലബ്ബിൽ കൈകാര്യം ചെയ്തിട്ടുള്ള താരമാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ പരിശീലകനായിട്ടുള്ള മൈക്കൽ സ്റ്റെഹറയ്ക്കുള്ള സഹായം മാത്രമായിരിക്കില്ല ജോൺ വെസ്റ്റോമിൽ നിന്നുണ്ടാവുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസിന്റെ പണിത്തിരക്ക് കൂടി കുറയ്ക്കാൻ ഇങ്ങനെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു അസിസ്റ്റന്റ് കോച്ചിനെ കുറിച്ച് പ്രധാനമായിട്ടും എടുത്ത് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പറയാൻ നിന്നാൽ വെറും ക്ലീശയായി പോകും. കാര്യം ഒരു അസിസ്റ്റന്റ് കോച്ച് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ ക്വാളിറ്റീസ് എടുത്തിട്ട് അതങ്ങേർക്കൊണ്ട് ഇതിങ്ങേർക്കൊണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇത് തന്നെ ഇത്തിരി ലെങ്തായി പോയെന്നാണ് എൻ്റെ വിശ്വാസം.